സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ബ്ലാക്ക് ഇട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു, എന്താണ് എല്ലാവർക്കും കരുതിനാണോ എന്ത് പറ്റി കളറൊക്കെ മാറ്റി വന്നൊക്കെ. എല്ലാരും റാൻഡംലി ഇട്ടപ്പോഴേക്കും പിന്നെ അത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോ എല്ലാരും ചെറിയ പച്ചട്ടോണ. അതെ, ഇവർ രണ്ടാളും പച്ച. അല്ല, അവനുണ്ട് ചെറിയൊരു ടോൺ, നടുക്ക് ബ്ലാക്ക് ഇപ്പോഴും വിട്ടിട്ടില്ല. ഓക്കെ, അപ്പം തലവര എന്ന് പറഞ്ഞ ചിത്രം, തലവര എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയുന്ന തലവര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേറ്റ്, ലക്ക്. ശരിക്കും എന്താണ് നിങ്ങളുടെയൊക്കെ തലവര? ആ തലവരന് ഈ തലവര അല്ല, പറ തലവര എന്താണ് ചിത്രത്തിനെ പറ്റി പറ. ബേസിക്കലി പടം പറഞ്ഞു പോകുന്നത് പാൻഡ, എന്റെ കഥാപാത്രത്തിന്റെ പേരാണ് പാൻഡ. അപ്പൊ അവന്റെ ഒരു ജേണിയിലൂടെ, പക്ഷെ എന്നാൽ തന്നെയും ബാക്കി പല ക്യാരക്ടേഴ്സ് വന്ന് കയറുമ്പോൾ എല്ലാവരും തലവര പറഞ്ഞുകൊണ്ടുണ്ട്. പാൻഡയുടെ തലവര, അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് തലവര, ഫാമിലി, പിന്നെ ഗേൾ ഫ്രണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ പാൻഡ മാത്രമല്ല, മൊത്തം ഇത് എല്ലാവരുടെയും തലവര പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ് തലവര എന്നുള്ളത്. ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സന്ധ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ റീസെൻ്റ്ലി ഇങ്ങനെ പാലക്കാടിലോട്ട് മൂവ് ചെയ്തൊരു ക്യാരക്ടറാണ്. മോസ്റ്റ്ലി തമിഴ് സ്പീക്കിംഗ് ആണ്. സിനിമയിൽ മൊത്തം സന്ധ്യ തമിഴിലാണ് സംസാരിക്കുന്നത്. ജനറലി മോസ്റ്റ്ലി തമിഴ് സ്പീക്കിംഗ് ആണ്. ബട്ട് ഹാഫ് മലയാളിയാണ്. ആൻഡ് ഒരു മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിലാണ് സന്ധ്യ അത് കഴിഞ്ഞ് താമസിക്കുന്നത്. സോ അതിലുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അതിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി കണക്ട് ആകും. കാരണം ഞാൻ മലയാളിയാണ്, പക്ഷെ ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്. സോ അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് സന്ധ്യ. ഭയങ്കര ഓത്തൻറ്റിക്, റിയൽ, ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. സന്ധ്യയുടെ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഓക്കെ, എന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഇതിലെന്റെ പേര് പൊടി എന്നാണ്. ഇപ്പോൾ പാണ്ടയുടെ ഇവരൊരു കൂട്ടുകാര് ഒക്കെ ഇതിലൊരു ചെറിയ പയ്യനായിട്ടാണ് എൻ്റെ ഒരു ക്യാരക്ടർ ഇതിൽ പോകുന്നത്. ഇപ്പോൾ വളരെ വൈബ്രന്റ് ആയി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ ഒരു പടത്തിൽ ചെയ്തിട്ടുള്ളത്. എന്റെ ക്യാരക്ടറും മിന്നൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അച്ഛൻ്റെ ഫ്രണ്ട് ആയിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഭയങ്കര വെറൈറ്റി പേരുകളാണല്ലോ, പാൻഡ, മിന്നൽ, സന്ധ്യ. പൊടി എന്ന് വിളിക്കാൻ കാരണം എല്ലാ ഗ്രൂപ്പിലും എപ്പോഴും ചെറിയൊരു തന്നെ ഉണ്ടാവില്ല, പ്രായം കുറഞ്ഞൊരു ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അവനെ പൊടി എന്ന് പേര് വീണത്. മിന്നൽ എന്ന് വിളിക്കാൻ കാരണം മിന്നൽ സ്പീഡിൽ ഓടുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മൾ സെവൻസ് എന്നൊരു കളി കളിക്കുന്നുണ്ട്, 7 കല്ല് കൂട്ടി വെച്ചിട്ട് എറിഞ്ഞ് കളിക്കുന്ന പാലക്കാടുള്ള ഒരു മെയിൻ കളിയാണ്. അപ്പൊ അതില് ഇവൻ വൻ സ്പീഡിലാണ് ഓടുന്നത്. അപ്പൊ അവൻ അങ്ങനെ ഇരട്ട പേര് മിന്നൽ എന്ന് വീണത്. എനിക്ക് പാൻഡാന്ന് വീഴാൻ കാരണം എന്റെ പാച്ച് ഉണ്ട് ഫേസില്, മറ്റേ കുൻഫു പാൻഡയുടെ പോലത്തെ പാച്ചുകൾ കൊണ്ടാണ് എന്നെ പാൻഡ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആവാൻ കാരണം ഒരു കാരണം ഉണ്ടാവും. എന്താണ് ആ കാരണം? സ്ക്രിപ്റ്റ്. എല്ലാവരും സ്ക്രിപ്റ്റ് കാരണമാണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ കഥയും ഇതിന്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് പോകുന്ന രീതി തന്നെ ഭയങ്കര സ്പെഷ്യൽ പരിപാടിയാണ്. അപ്പൊ അതിലൊരു വലിയൊരു ഭാഗമാകാൻ പറ്റിയത് ഏറ്റവും വലിയ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ അർജുൻ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച സുമതി വളവിന്റെ പ്രൊമോഷൻ, പിന്നെ ഈ ആഴ്ച തലവര, എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ 3 മാസം ഞാൻ വെറുതെ ഇരിക്കണേ വീട്ടില്. ഞാൻ ചത്താപ്പച്ച എന്ന പടത്തിന് വേണ്ടി സുമതി കഴിഞ്ഞിട്ട് 3 മാസം ഫുൾ ബ്രേക്ക് ചെയ്ത് ചത്താപ്പച്ചക്ക് വേണ്ടി ഫുൾ വർക്ക്ഔട്ടും പ്രാക്ടീസും പരിപാടിയൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഒരു പരിപാടി ഉണ്ടായില്ല. ഷൂട്ട് തുടങ്ങിയപ്പോൾ ഇവര് റിലീസ്, പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂടെ ആ ഫ്ലോയിൽ അങ്ങ് പോവാ, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, എല്ലാ ഇന്റർവ്യൂസ് കൊടുക്കുക. അപ്പൊ എങ്ങനെയൊക്കെ അത് സെറ്റായി വന്നു. ചത്താപ്പച്ചയ്ക്ക് വേണ്ടിട്ടാണോ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ? ഇപ്പൊ മുടിയാണെങ്കിലും ഒക്കെ ചത്താപ്പച്ചക്ക് വേണ്ടിയാണ്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അർജുൻ ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സർപ്രൈസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ? 2 വർഷത്തിന് ശേഷം. അപ്പൊ ഇന്ന് അർജുൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പം വളരെ ദൂരത്തുനിന്ന് ആള് വന്നിരിക്കുകയാണ്. ദൂരത്തുനിന്ന്. പിന്നെ നമ്മൾ ഒറ്റയുടെ ഇന്റർവ്യൂ പ്രൊമോഷൻ നടക്കുമ്പോ മീറ്റ് ചെയ്താണ് ആ സമയത്ത്. പിന്നെ ബിഗ് ബോസിലാണ്. അതെ, അന്നും ഉണ്ടാ ചുമപ്പ്, ഇന്നും ഉണ്ടാ ചുമപ്പ്. അന്നും ബ്ലഷ് ഇട്ടത്, ഇപ്പോഴും ബ്ലഷ്. അന്ന് അർജുൻ ചേട്ടൻ പ്രപ്പോസ് ചെയ്തിട്ട് ഭയങ്കര ബ്ലഷ് ആയി, ഭയങ്കര വൈറലായിരുന്നു നിങ്ങളുടെ. അതെ അതെ. അപ്പൊ ചേട്ടാ പറഞ്ഞു, എന്താ പറയട്ടെ, അന്നത്തെ ആ ഒരു പ്രപ്പോസലില്ല, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ. 2 വർഷത്തിന് ശേഷം ആ കുട്ടി എത്രയും ദൂരത്തുനിന്ന് വന്നതാണ്. എന്നാലും അന്ന് എന്താ പ്രപ്പോസ് ചെയ്തത്? മുന്തിരിത്തോപ്പിൽ മുന്തിരിത്തോപ്പില് എന്തോ ഒന്ന്
എന്തോന്നാ അല്ല എന്തോ ഒരു ഞാൻ ഇത് ചൊല്ലിയാകണം. ആക്ച്വലി സ്ക്രിപ്റ്റ് അതായിരുന്നു, ബട്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മള് എന്ത് ചെയ്തു, ചേട്ടാ ഒരു കുറച്ച് വികാരത്തിലൊക്കെ എന്റെ വേറൊരു നാഗരിക്കും അതിലേക്ക് നമുക്ക് വരാലോ. അത് റീക്രിയേറ്റ് അത് അവിടെ നല്ല രീതിക്ക് ആ വീഡിയോ നല്ല രീതിക്ക് സ്പ്രെഡ് ആയതാണ്. അല്ല എന്നാലും 2 വർഷത്തിന് ശേഷം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ആള് ആ ഞാൻ പിന്നെ കാണാൻ ബിഗ് ബോസ് ഈ കൊച്ചിനോട് അപ്പൊ ഒന്നുമില്ല, അത് മറ്റേതാ. ഞാൻ ഇത് ചൊല്ലിയാവണം, നീ അവളഴക്. അയ്യോ എനിക്ക് നാണം വരുന്നു. പൂക്കിയ. nice meeting you and all the best for your Thank you so much. Best wishes. best wishes. ഞാൻ നേരത്തെ തൊട്ട് എന്തിവിടെ പക്ഷെ അത് ഞങ്ങളുടെ ഒരു സർപ്രൈസ് ആയിരുന്നു അത്. ഓക്കെ, അപ്പം രേവതിയിലേക്ക് വരാണെങ്കിൽ ഇവിടെ എല്ലാവരും ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതി സിംഗിൾ ആണോ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ നമ്മളിപ്പോ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്നൊക്കെ ഒരുപാട് ഇത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ആ അനുഭവം അല്ലാണ്ട് വേറൊരു അനുഭവം ഉണ്ടാവല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് ചെമ്പൂക്കാണ്, കാക്കനാട്. അപ്പൊ കോളേജ് തുറവൂരാണ്. അപ്പൊ ഡെയിലി 33 കിലോമീറ്റർ വൺ സൈഡ് ട്രാവൽ ചെയ്യണം. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പാലാരിവട്ടം പോയി, പാലാരിവട്ടത്തിൽ നിന്ന് TT KSRTC കയറി നേരെ തുറവൂർ ഇറങ്ങി, അല്ലെങ്കിൽ വൈറ്റ്ല ഹബിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ബസ് പിടിച്ച് പോവുക. എന്നിട്ട് അവിടെ നിന്ന് ഷെയർ ഓട്ടോ പിടിച്ച് കോളേജിൽ പോകുന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഈ ബസ് ട്രാവലിംഗ് KSRTC പരിപാടിയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. സെക്കൻഡ് ഇയർ ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ 3/4 ആയപ്പോ എനിക്ക് ഒരു കാറ് കിട്ടി. കാലൊക്കെ പിടിച്ച് കരഞ്ഞ് ചെറുതായിട്ടൊക്കെ വീട്ടിൽ നിന്നൊരു കാറൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ കാറിലായിരുന്നു. അപ്പൊ ഈ ബസ് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ഭയങ്കര ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീൽ. നൊസ്റ്റാൾജിക് ഒന്നുമല്ല, ഇപ്പോഴും ഞാൻ ബസ്സിലൊക്കെ പോകാറുണ്ട്. ഓക്കെ, എനിക്ക് ബസ് ഞാൻ മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുന്ന, എനിക്ക് ചെന്നൈയിൽ ഞാൻ ബസ് യൂസ് ചെയ്യാറില്ല. ജനറലി ഓട്ടോ, നമുക്കൊരു പ്രൈവറ്റ് ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആകെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. സോ അച്ഛൻ്റെ വീട്ടിൽ പോകും ആദ്യം, അവിടുന്ന് മാൽക്കരയിൽ നിന്ന് കൊല്ലം വരെ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതാണ് എൻ്റെ ബസ് യാത്ര. സോ ആക്ച്വലി എൻ്റെ അച്ഛൻ ഇങ്ങനെ ജോക്ക് ചെയ്യും, നമ്മൾ മാവേലിക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ ഒരു പാലം വരും, ആ പാലത്തിന്റെ അടുത്ത് എത്തുമ്പം മീനിന്റെ മണം വരും. അപ്പൊ അച്ഛന്റെ വീട് ആക്ച്വലി ഉണ്ണിമാരാണ്, മീനൊന്നും കഴിക്കൂല. അപ്പൊ അച്ഛൻ പറയും, പക്ഷേ ഈ നാട്ടം വരുമ്പോഴേ കൊല്ലം എത്തി. അയ്യോ, ഐ എം നോട്ട് ഷെമിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊല്ലം. പക്ഷെ എന്റെ അച്ഛൻ കളിയാക്കുന്ന, അമ്മേനെ കളിയാക്കുന്ന